ലോകം മുഴുവൻ ചർച്ചയായ അർജന്റീനിയൻ ഫ്ലെക്സിന് പിന്നാലെ കൂറ്റൻ ഫ്ലെക്സുമായി ബ്രസീൽ ആരാധകർ. പാലക്കാട് കോങ്ങാടാണ് ബ്രസീൽ ആശംസകൾ നേർന്ന് 180 അടി ഉയരമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ തമ്മിൽ ചിരപുരാതനമായ വൈരാഗ്യം അർജന്റീന ഫാൻസും ഒപ്പം ബ്രസീൽ ഫാൻസും തമ്മിലാണ്. അങ്ങനെ വിട്ടുകൊടുക്കാനില്ല എന്ന പ്രഖ്യാപനമാണോ ഈ വമ്പൻ ഫ്ലെക്സിന് കീഴിൽ? മാധു, തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് കോങ്ങാടുള്ള അർജന്റീനിയൻ ആരാധകർ അവരൊരു 160 അടി നീളമുള്ള ഫ്ലെക്സ് ഒരുക്കി ലോകം മുഴുവനും വലിയ രീതിയിൽ ചർച്ചയാക്കിയത്. പക്ഷെ ഇപ്പോഴിതാ കോങ്ങാട്ടെ പാലക്കാട്ടെ ബ്രസീൽ ആരാധകർ തീർത്തിരിക്കുന്നു 182 അടി നീളമുള്ള കൂറ്റൻ ഫ്ലെക്സ്. ആ ഫ്ലെക്സ് തീർത്ത കോങ്ങാട്ടെ ബ്രസീലിയൻ ആരാധകർ ഇവിടെ നമുക്കൊപ്പം ചേരുകയാണ്. അർജന്റീനക്ക് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഇത് കൈകൊണ്ട് അടിച്ചിട്ട് കപ്പെടുത്ത കളിയല്ല, ഇത് ബ്രസീലിന്റെ കളിയാണ്. ഇപ്രാവശ്യം കപ്പ് ബ്രസീൽ കൊണ്ടുപോകും. 2002 അവസാനമായി ബ്രസീൽ ഒരു കപ്പ് കിട്ടിയത്. ഈ 26 അമേരിക്കയിൽ നിന്ന് മടങ്ങി വരികയാണെങ്കിൽ അതൊരു കപ്പ് കൊണ്ട് മാത്രമായിരിക്കും. ട്രൗസർ വലിച്ചു കയറിയിട്ടും കാലുമ ചവിട്ടിയിട്ടും കൈമ ചവിട്ടിയിട്ടും കപ്പടിച്ചിട്ട് കാര്യമില്ല. കൈ കൊണ്ട് അടിച്ചിട്ടല്ലേ ഗോള്. ഇത് ഗോൾ അടിച്ചിട്ടല്ലേ വരും. കളി കാണണമെങ്കിൽ സാമ്പാർ നൃത്ത ചവടുകളാണ്. സുൽത്താനിൽ തന്നെ പ്രതീക്ഷ. വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് കോങ്ങട്ടെ ബ്രസീലിയൻ ആരാധകർ. ഏതായാലും ആൻസിലോട്ടിയുടെ ടീമിൽ പ്രതീക്ഷയുണ്ട്. ആൻസിലോട്ടിയുടെ കളിയിൽ പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാവരും ഇവിടുത്തെ ആളുകളാണ്. പ്രവാസികളാണ് ഇതിന്റെ 90% മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങൾ ബാക്കിയുള്ളവർ അണിയറ പണികളും കാര്യങ്ങളും ചെയ്യുക, പിന്നെ നല്ല സെറ്റപ്പ് ആക്കുക. ഇതിന്റെ മേലെ ഞാരെ വെക്കുന്ന വെച്ചാൽ അതിന്റെ മേലെ വെക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മളെ മുമ്പ് കൂട്ടി കണ്ടുവച്ചിട്ടുണ്ട്. 60 അർജന്റീനയെ വെച്ചെങ്കിൽ ഇപ്പോഴിതാ ഒരു 12 അടി കൂടി കൂട്ടി 170. വേൾഡ് കപ്പിന് ഞങ്ങൾ വെച്ചത് 150. അതിന് മറികടക്കാൻ അവർക്ക് 4 വർഷം കഴിയേണ്ടി വന്നു. അവരിപ്പോഴാണ് 22 വെച്ചതിന് മറികടന്ന് ഇപ്പോഴാണ്. ഇക്ബാൽ, ഞാൻ ചോദ്യം ചോദിച്ച ഒരു നിമിഷം ഷൈജു ദാമോദരനോടാണോ എന്നൊന്ന് പകച്ചുപോയി. അന്ന് മുതൽ ഇക്ബാലിന് നല്ല വിഷമം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. അതായത് ഒരു ബ്രസീലിയൻ ആരാധകനായിട്ടുള്ള എനിക്കന്ന് 160 അടി ഫ്ലെക്സ് അർജന്റീന ഉയർത്തിയപ്പോൾ അതിന് മുകളിലേക്ക് ഒരു അടിയെങ്കിലും കൂടുതൽ വെക്കണമെന്നുണ്ടായിരുന്നു. ഏതായാലും 12 അടി കൂടുതലാണ് ബ്രസീൽ ആരാധകർ വെച്ചിരിക്കുന്നത്. ആ ആവേശം ഈ കോങ്ങാടിന്റെ മണ്ണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നുള്ളതാണ്. ഏതായാലും അത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 100 കണക്കിന് ബ്രസീലിയൻ ആരാധകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചെറിയ കുട്ടി ആരാധകർ. എന്താ പേരെന്താ? മുഹമ്മദ് ആമിഷ്. എത്ര വയസ്സായി? 2 വയസ്സ്. പേരെന്താ? ആംറംസക്ക് എത്ര വയസ്സാ? ആരെ കപ്പടിക്കാൻ പോന്നേ? പാലക്കാട് കോങ്ങാട്ടെ ഫുട്ബോൾ ആവേശം. ആ ആവേശം കുറച്ചുകൂടി കടൽ കടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത്തവണ നേരത്തെ ചരിത്രമുണ്ടായിരുന്നു 160 അടിയാണെങ്കിൽ ഇത്തവണ പാലക്കാട് കോങ്ങാട് ബ്രസീൽ ആരാധകർ വെച്ചിരിക്കുന്നത് എത്ര അടിയുടെയാ? 182. അപ്പൊ ഇതും ഇനി ചരിത്രമാവും. ഇത് കളിയിലും കാണണം എന്നുള്ളതാണ്. കളിയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിന്റെ പൂർവ്വ കളിയിൽ എന്താ ഉണ്ട്? ഇപ്രാവശ്യം അമ്മ സ്കോഡ് അഞ്ചലോട്ട് ഇറക്കിയിരിക്കണേ. ഇപ്രാവശ്യം കപ്പ് എന്തായാലും കൊണ്ടു. സുൽത്താൻ, ഈ പരിക്കൊക്കെ വലിയ രീതിയിൽ യാതൊരു പ്രശ്നമില്ല. നമുക്ക് വിഷയമില്ല. ഒരു പ്രശ്നമില്ല. ഒരു ബുദ്ധിമുട്ടാണ്. ഒരു കുഴപ്പമില്ല. അവൻ തല വെട്ടാം, എന്നാലും അവൻ കളിക്കാതിരിക്കുള്ളൂ. തല വെട്ടിയാലും നെയ്മർ നേരത്തെ ലഭിക്കും. കളിക്കും. ഉറപ്പാണ് നെയ്മർ. ഒരു കാലുണ്ടെങ്കിൽ ഒരു കാല് വെച്ച് നെയ്മർ കളിക്കും, കപ്പടിക്കും. കപ്പ് കൊണ്ടുവരും. പാലക്കാട്ടെ കോങ്ങാട്ടെ ബ്രസീൽ ആരാധകരുടെ ആവേശം. ഒരു മിനിറ്റ്. ഇപ്പോൾ അങ്ങനെ ഈ ബ്രസീൽ ആരാധകരുടെ ആവേശം മാത്രം കണ്ട് അർജന്റീന ഫാൻസിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ അർജന്റീന ഫാൻസിന്റെ പ്രതിനിധിയായി വിനേഷ് കുഞ്ഞിരാമൻ കൂടി ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിനേഷ്, നിങ്ങൾ ഈ ട്രൗസർ വലിച്ചു കീറിയിട്ടും അതുപോലെ തന്നെ പരിക്ക് അഭിനയിച്ചിട്ടും ഒക്കെയാണ് ഈ കിരീടം അടിക്കുന്നത്, ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇക്ബാൽ അറക്കലിനോടൊപ്പം ചേർന്ന ബ്രസീൽ ആരാധകർ പറഞ്ഞത്. ശരിയാണോ? ഈ കടുത്ത വിരോധികൾ പോലും ഇപ്പോൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മാധു. കാരണം കഴിഞ്ഞ ലോകകപ്പ് നമ്മൾ കണ്ടതാണ് സൗദി അറേബ്യക്കെതിരായ ഒരു പരാജയം. അതിനുശേഷം ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അർജന്റീന ആ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായ ഒരു കുതിപ്പ്. അത്
ആലോചിക്കേണ്ടത് ഒന്ന്, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിക്കഴിഞ്ഞു, ഒരു ലോകകപ്പ് കിരീടം നേടി, അതിനിടയിൽ ഒരു ഫൈനലിസം ജയിച്ചിട്ടുണ്ട്, യൂറോപ്യൻ ടീമുകളോട് മുട്ടിടിക്കുമെന്ന് പറഞ്ഞു, എല്ലാ യൂറോപ്യൻ ടീമുകളെയും തകിടം മറിച്ചുകൊണ്ട് അനായാസം കീഴടക്കിക്കൊണ്ട് മെസ്സിയും സംഘവും ഇതുവരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലോക കിരീടം നിലനിർത്തുക എന്നുള്ളൊരു കടമയാണ്. കഴിഞ്ഞ ദിവസം ഇക്ബാൽ ലൈവ് നിൽക്കുമ്പോൾ അവിടെ അർജന്റീനയുടെ കൂറ്റൻ ഫ്ലക്സ് 160 അടി നീളമുള്ള ഫ്ലക്സ് കണ്ടു. പക്ഷേ ആ ലൈവ് നിൽക്കുമ്പോൾ ഒരു ആവേശക്കുറവ് അപ്പോഴേ നോട്ട് ചെയ്തതാണ്. ഇന്ന് കൃത്യമായി മനസ്സിലായി ആരാണ് ഇക്ബാൽ. ബ്രസീലിന്റെ കൃത്യമായുള്ള ഒരു ആരാധകൻ, നല്ലൊരു ആരാധകൻ. കാരണം അന്ന് വിമർശനാത്മകമായ ചോദ്യങ്ങളായിരുന്നു അർജന്റീന ആരാധകരോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ബ്രസീൽ ആരാധകർക്ക് ഒപ്പം നിന്ന് നേരത്തെ മാധു പറഞ്ഞതുപോലെ ഷൈജു ദാമോദരൻ അലർന്ന പോലെ ആ രീതിയിലുള്ള ഒരു പ്രകടനം ഇക്ബാലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇവിടെ നമ്മളാരും മോശമല്ല, ഫാൻ ഫൈറ്റും ഉണ്ടാവും. ഫുട്ബോൾ എന്ന് പറയുന്നത് ശരി, ഫാൻ ഫൈറ്റ് ഒരു വശത്തുണ്ടാവും, പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഫുട്ബോളിനോടുള്ള ഒരു ഇഷ്ടം കൂടിയുണ്ട്. വിനേഷ് സംസാരിക്കുമ്പോൾ വിനേഷ് വാക്കൊക്കെ മുറിഞ്ഞു പോകുന്നത് കാണാൻ കഴിയാണ്. ഒരു അർജന്റീന ഫാനും ഒരു ബ്രസീൽ ഫാനും തമ്മിലുള്ള വൈകാരികമായ യുദ്ധമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്ബാൽ, അങ്ങനെ കടുത്ത അർജന്റീന ഫാൻസ് വിരോധികൾ പോലും പറയാത്ത ആരോപണമാണോ ഇക്ബാൽ ഉന്നയിച്ചത്? ഇപ്പൊ അവിടെ കണ്ട ആ ഫ്ലെക്സിന് പിന്നിലെ ബുദ്ധി ഇക്ബാലിന്റെതാണോ? ഒരിക്കലും അല്ല. അത് എല്ലാ കാലത്തും കോങ്ങാടും കൊട്ടശ്ശേരിയിലും ഇത്തരത്തിലുള്ള ഈ ഫ്ലക്സ് യുദ്ധം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ തവണയും ഇത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 150 അടി ഫ്ലക്സ് ബ്രസീൽ ഉയർത്തി. അതിനുശേഷം പിന്നീട് അത്തരത്തിലുള്ള പോരുകളെല്ലാം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അവരെല്ലാം സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരത്തിലേക്കാണ് ഈ ഫ്ലക്സിന് വിഷയത്തിലും കടക്കുകയും ചെയ്തത്. 160 അടി, എത്ര അടിയെല്ലാം ഉയർത്തും അർജന്റീന എന്നുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ബ്രസീൽ ആരാധകരുണ്ടായിരുന്നത്. ഏതായാലും അതിനൊരു ചെക്ക് വെക്കണമെന്നുള്ളൊരു തീരുമാനം അവർക്കുണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെന്തായാലും ഈ 182 അടി നീളമുള്ള ഈ പടുകൂറ്റൻ ഫ്ലക്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു വശത്ത് നിന്ന് ആൻസലോട്ടിയുടെ ടീം തുടങ്ങുന്നു, പിന്നീട് അവിടുന്ന് മാർക്കിനസ് തുടങ്ങി തൊട്ടുപുറത്തേക്ക് നെയ്മറിന്റെ ചിത്രം വരെ. ഇവിടെ നെയ്മറിന്റെ പല രീതിയിലുള്ള ചിത്രങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ നെയ്മറെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കൽ ഒന്ന് വായിച്ചു പോകണം. കാരണം അയാളുടെ കരിയറിനെ നിലയ്ക്കാത്ത കരത്തിലേക്ക് തള്ളിവിട്ട ശരീരത്തെ തോൽപ്പിച്ച അയാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രാജാവാകാൻ കഴിയാതെ പോയ രാജകുമാരാണ്. പക്ഷേ ഇത്തവണ എന്തായാലും ഏതായാലും ആ രാജകുമാരൻ ഇത്തവണ കപ്പ് കൊണ്ട് അമേരിക്കയിൽ നിന്ന് വരികയുള്ളൂ എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കൊട്ടശ്ശേരിയിലുള്ള ഈ ബ്രസീലിന് ആരാധകരുള്ളത്. കഴിഞ്ഞ ദിവസം അത് ഒരാളെ പരിചയപ്പെടുത്താം. കഴിഞ്ഞ ദിവസം അർജന്റീന ഫ്ലക്സ് ഇവിടെ ഉയർന്ന സമയത്ത് വലിയ രീതിയിൽ അതൊരു സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ സന്തോഷമായി, നല്ല സന്തോഷമായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എത്രയും കൂടുതൽ പ്രാവശ്യം വെച്ചിട്ടില്ല. ഈ 2-3 ദിവസം വലിയ രീതിയിൽ ഇവിടെ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് സന്തോഷമായത്. സ്ഥലത്തിന് സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ടാവും. കളി നടക്കുമ്പോഴും അവിടെ വിനേഷ് കുഞ്ഞാമ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. കാണിച്ചു കൊടുക്കും. ഏതായാലും ഫുട്ബോൾ ആവേശം അത് വലിയ സൗഹൃദപരമായി തന്നെ പാലക്കാടും കോങ്ങാടും കൊണ്ടുപോവുകയാണ്. ഇവിടെ വലിയ സൗഹൃദത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. കാരണം പ്രവാസികളായിട്ടുള്ള ഈ കൊട്ടശ്ശേരിക്കാരും അതുപോലെ തന്നെ ഈ സമീപവാസികളായിട്ടുള്ള ആളുകളെല്ലാം ചേർന്നാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഈ ഫ്ലെക്സ് ഇവിടെ ഉയർത്തുന്നതിന് ഇവിടെ ഈ കവുങ്ങ് കെട്ടുന്നത് മുതൽ ഇവിടെ കയറ് കെട്ടുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഫാൻ ഫൈറ്റ് ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് ഇത് തീർത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും ഈ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അർജന്റീനയുടെ ഫ്ലക്സ് വെക്കുന്ന സമയത്ത് ബ്രസീൽ ആരാധകരോടെ പോയി സഹായിച്ചിരുന്നു. ഇപ്പോൾ ഈ ബ്രസീലിന്റെ ഫ്ലക്സ് ഇവിടെ ഉയർത്തുന്ന സമയത്ത് അതിന് സഹായിക്കാൻ വേണ്ടി ഇവിടെ അർജന്റീന ആരാധകരും എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങൾ കാണിക്കേണ്ടതാണ്. അവിടെ പോർച്ചുഗൽ എന്ന് പറയുന്നത് വിനേഷ് കുഞ്ഞിരാപ്പൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. വിനേഷ്, കഴിഞ്ഞ തവണ ലോകകപ്പ് ടീം മെമ്പേഴ്സിനെ തന്നെയാണ് ഇത്തവണയും. നമ്മളിപ്പോ പൊളിറ്റിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA-മാർ മത്സരത്തിന് ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു വലിയ അടിത്തറയുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇത്തിരി പ്രായം കൂടിയോ? കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ല, പക്ഷേ ലോകത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നതാണ്. ലോക ഫുട്ബോളിൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഒരു രാജാവ് വീണ്ടും സിംഹാസനത്തിൽ ഒന്നുകൂടി അമർന്നിരിക്കാൻ വേണ്ടി വരികയാണ് ലയണൽ മെസ്സി. ഒരുപക്ഷെ തന്റെ ലോകകപ്പിലെ അവസാന മത്സരം കളിച്ച് മടങ്ങാനായി, ഒരിക്കൽ കൂടി ഒരു വിശ്വകിരീടം ഉയർത്തിക്കൊണ്ട് മടങ്ങാനായി ലയണൽ മെസ്സിയും സംഘവും എന്തിനും പോകുന്ന ഒരു പട്ടാളം മെസ്സിയുടെ കൂടെയുണ്ട്. അത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ ടൂർണമെന്റുകളിലൊക്കെയും നമ്മൾ കണ്ടതാണ്. ലാസ് കലോണിയുടെ ആ ഒരു ടീം, ആ കുട്ടികൾ എന്ന് പറയുന്നത് എന്തിനും പോകുന്നവരാണ്, ആരെയും വീഴ്ത്താൻ പോകുന്നവരാണ്. ആരും അവർക്കൊരു എതിരാളികളല്ല. അത് വിശ്വം ഇതിനോടകം നിരവധി തവണ കണ്ടു കഴിഞ്ഞു. കോപ്പ അമേരിക്ക ആയാലും ഫൈനലിസം ആയാലും ലോകകപ്പ് ആയാലും ഒക്കെ തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ കൂസാതെ നമുക്ക് അമേരിക്കയുടെ മണ്ണിൽ കഴിഞ്ഞ കുറെ നാളുകളായി ലയണൽ മെസ്സി കളിക്കുന്നതും അവിടെ തന്നെയാണ്. ഡീപോളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിനൊന്നും മികച്ചതാണ്. ബ്രസീൽ വലിയൊരു ടീമാണ് എന്ന് തോന്നുന്നില്ല. ബാരിക്കേഡ് വെച്ച് നടത്തണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന വാക്പോരാട്ടം ഒരു പക്ഷെ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. നമുക്ക് ഇക്ബാലിലേക്ക് ഇങ്ങ് വിളിച്ചു വരുത്താം ആ സമയമാകുമ്പോഴേക്കും. എന്തായാലും ആവേശോജ്വലമായ കുറച്ച് സമയമാണ് ബ്രസീൽ ഫാൻസിന്റെയും അർജന്റീന ഫാൻസിന്റെയും ഒക്കെ കൂടി നമുക്ക് വൈകുന്നേരം കിട്ടിയത്.